കേരളത്തിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. കടമെടുപ്പ് പരിധി അത് വർദ്ധിപ്പിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കേരളത്തിന്റെ ഹർജി. അതിപ്പോൾ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വിധി പറയുമെന്നാണ് വിചാരിച്ചത്. അതിലാണിപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. നേരത്തെ തന്നെ വാദങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. കേരളമാണ് ഹർജിയുമായി മുന്നോട്ട് വന്നതെങ്കിലും കേരളത്തിന് അനുകൂലമായ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നാൽ മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ വരും എന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിന്റെ കൂടുതൽ എന്തായാലും കളത്തിൽ കേരളം കൂടുതൽ കാത്തിരിക്കണം. പുതിയൊരു സാമ്പത്തിക വർഷം ഇന്ന് തുടങ്ങുകയാണ്. വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു കേരളത്തിന്. ഡൽഹിയിൽ നിന്ന് പി ബസന്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, നമുക്കിപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിവരം ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നു എന്ന് മാത്രമാണ്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ വന്നേക്കാം. അതുകൊണ്ടായിരിക്കുമോ ഇന്ന് ഈ ഒരു തീരുമാനം? ഏതായാലും കേരളത്തിന്റെ ആവശ്യം വിശാലമായ ഒരു ബെഞ്ചിന് മുന്നിൽ, ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ വിട്ടുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും കേരളത്തിന്റെ സൂട്ട് ഭരണഘടനാ ബെഞ്ചിനാണ് വിട്ടിരിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ ഹർജി ഭരണഘടനാ ബെഞ്ചിന് ഇത് വിട്ടിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കേരളം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിലെ വിശദമായ വാദം കേൾക്കൽ ഇനി ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഒരു പെട്ടെന്നുള്ള ഒരു തീർപ്പ് അല്ലെങ്കിൽ ഉടനടി ഒരു തീരുമാനം വേണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം ഏതായാലും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. കേരളം കൂടുതൽ പണം കടമെടുക്കുന്നതിന് അനുവാദം തേടിയിരുന്നു. അതിനുള്ള അനുമതി വേണമെന്നുള്ളൊരു നിലപാടാണ് കേരളം സ്വീകരിച്ചത്. പക്ഷേ സുപ്രീം കോടതി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ കാര്യങ്ങളും ഒരു വിശാല ബെഞ്ചിന് മുന്നിലേക്ക് വിട്ടുകൊണ്ടുള്ള ഒരു തീർപ്പാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഒറിജിനൽ സൂട്ടാണ് കേരളം നൽകിയത്, അല്ലെ ഒരു ഹർജി. അത് സർക്കാരിന് ഈ കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ വെച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആ ഹർജികളൊക്കെ തന്നെയാണ് ഇപ്പോൾ വിശാലമായ ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. ഭരണഘടനയുടെ 293 അനുച്ഛേദ പ്രകാരം ഈ കോടതി, അതായത് ആ 293 അനുച്ഛേദത്തിന് ഒരു പ്രത്യേകമായ ഒരു വ്യാഖ്യാനമൊന്നും തന്നെ ഇതുവരെ ഈ കോടതി നൽകിയിട്ടില്ല. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും തീർപ്പും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഞങ്ങളിത് ഒരു വിശാലമായ 5 അംഗ ബെഞ്ചിന് മുന്നിൽ വിടുന്നു എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരുന്നത്. അത് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞ വാക്കുകൾ ഇതാണ്: Article 293 has not been so far subject to any interpretation by this court. We have referred this question to a 5-judge bench എന്നാണ് വന്നിരിക്കുന്നത്. We have dealt with the balance of convenience. Balance of convenience at this stage lies in favor of യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു വാചകം കൂടി ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾക്കാണ് മുൻതൂക്കം എന്ന് കാണുന്നു എന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളം, അതായത് ഈ കടമെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ വാദങ്ങൾക്കും അത് ഒരു വിശാലമായ ബെഞ്ച് പരിഗണിക്കട്ടെ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ശരി, എന്തായാലും ഇന്ന് വളരെ നിർണായകമായൊരു ദിവസമായിരുന്നു കേരളത്തിന്. വളരെ നിർണായകമായൊരു ദിവസമായിരുന്നു. അധികം കടമെടുപ്പിന്, അതായത് 10,000 കോടി രൂപ അധികമായി കടമെടുക്കാൻ അനുവദിക്കണം. അതായിരുന്നു കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്നത്. അതാണിപ്പോൾ ഒരു വിശാല ബെഞ്ചിന്, ഭരണഘടനാ ബെഞ്ചിന് ഇപ്പോൾ ജസ്റ്റിസുമാരായ സൂര്യകാന്തും KV വിശ്വനാഥനും അടങ്ങിയ ബെഞ്ച് ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയായിരുന്നു.